വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നും ദൈവത്തിൻ്റെ ശബ്ദം നമ്മോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുന്ന, ജീവിതത്തിൻ്റെ ചിന്താതലങ്ങൾക്ക് വലിയ വ്യത്യാസം വരുത്തുന്ന നിലവാരത്തിൽ പ്രത്യാശയും വിശ്വാസവും ആഴമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 23-ാം വാക്യം: ഞാൻ നിന്റെ നാമത്തിൽ സംസാരിക്കുവാൻ ഫറവോൻ്റെ അടുക്കൽ ചെന്നതു മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു, നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു. ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമായി തൊടുന്ന, ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദമിത. ഒരു വിടുതൽ ഉടനെയുണ്ട്, ഒരു വിടുതൽ വേഗത്തിലുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ആഴമായി വിശ്വസിക്കട്ടെ. ഇവിടെ മോശ ഒരു നിരാശയുടെ വാക്കുകളാണ് പുറപ്പെടുവിക്കുന്നത്. നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല. കാരണം നേരത്തെ നടക്കേണ്ട ഒരു കാര്യമായിരുന്നു, ഇപ്പോഴും അത് നടന്നിട്ടില്ല. ഫറവോൻ്റെ അടുക്കൽ ചെന്നതു മുതൽ ജീവിതത്തിൽ കഷ്ടത ജനത്തിൻ്റെ വർദ്ധിച്ചു എന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലെ, ചില സ്ഥലത്ത് ചെന്നതു മുതൽ കഷ്ടത വർദ്ധിച്ചു എന്നൊരു അനുഭവത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത്? ദൈവത്തിൻ്റെ ദൂതിത ഒരു വിടുതലുള്ളതുകൊണ്ടാണ്, ഒരു ദൈവപ്രവൃത്തി ഉള്ളതുകൊണ്ടാണ്. കഷ്ടത വർദ്ധിച്ചപ്പോൾ ദൈവം ഇടപെട്ട ദൂതുകളും വാഗ്ദത്തത്തിൻ്റെ സമയത്തെ കുറിക്കുന്നതും ദൈവം ഇറങ്ങി വന്നതും പുറപ്പെടുവിക്കുവാനുള്ള ദൈവിക പ്ലാനുകൾ ജീവിതത്തിൻ്റെ തലങ്ങളിൽ വെളിപ്പെടുത്തുന്നതുമായ ആഴമേറിയ അനുഭവങ്ങളാണ് ആ തിരുവെഴുത്തനുഭവങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ പൈതലെ, പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. കഷ്ടത വർദ്ധിക്കുന്ന, കഷ്ടതയും ഞെരുക്കത്തിൻ്റെ തലങ്ങളും വർദ്ധിച്ചിരിക്കുന്ന ഈ സമയം ദൈവത്തിൻ്റെ ശബ്ദമിതാ. മറുവശത്ത് ദൈവം വാഗ്ദത്തങ്ങളെ ഒരുക്കുകയാണ്, മറുവശത്ത് ദൈവം ഇറങ്ങി വഴികളെ വെട്ടുകയാണ്. ഈ പദ്ധതികളും പ്ലാനുകളും ജീവിതത്തിൻ്റെ തലങ്ങളിൽ ദൈവത്തിൻ്റെ പൈതലെ, പരിശുദ്ധാത്മ ഹൃദയത്തിലേക്ക് ഈ ദൂത് ആഴമായി പകരുവാൻ. ഞാൻ കഷ്ടതയിലായിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ക്രമീകരിക്കുന്ന ദൈവ പദ്ധതികൾ, ഞാൻ കഷ്ടതയിലായിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവ പദ്ധതികൾ, അതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഏത് തലത്തിലാണോ കഷ്ടത അനുഭവിക്കുന്നത് അവിടെ തന്നെ ദൈവം ചില പദ്ധതികൾ തയ്യാറാക്കുന്നു. മോശ നിരാശയുടെ വാക്കുകൾ പറയുക: നീ നിൻ്റെ ജനത്തെ വിടുവിച്ചതുമില്ല. ഫറവോൻ്റെ വാക്കുകൾ 5-9 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ വ്യാജവാക്കുകൾ കേൾക്കരുത്. ദൈവം പറഞ്ഞ ദൂതിനെ ഫറവോൻ വ്യാജവാക്കാക്കി മാറ്റിയിരിക്കുകയാ. മോശ ദൈവത്തിൻ്റെ ശബ്ദത്തിൽ നിരാശ കലർത്തുന്ന നിലയിൽ ആയിരിക്കുകയാ. നീ നിന്റെ ജനത്തെ വിടുവിച്ചില്ല. ഫറവോൻ പറയുന്നു വ്യാജവാക്കുകൾ. ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ പൈതലെ, ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം വിടുവിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തക്ക സമയം തന്നെ അത് വ്യക്തമാക്കുന്ന ദൈവ, അതിനെ വെളിപ്പെടുത്തുന്ന കർത്താവ. ഇന്ന് ദൈവത്തിൻ്റെ വചനം ആഴമായി വിശ്വസിക്കട്ടെ. ദൈവം വിടുവിക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവം, ദൈവം വിടുവിക്കുവാൻ വഴികളെ ഒരുക്കുന്ന ദൈവം. വ്യാജമെന്ന് പറഞ്ഞ വാക്കുകളെയും നിരാശപ്പെടുത്തുന്ന വാക്കുകളെയൊക്കെ തിരുത്തി പുറപ്പാടിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ കരുണയുടെ, സ്നേഹത്തിൻ്റെ ആഴമേറിയ ശക്തി അവിടെ വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈദ്യരെ, പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. ഈ കഷ്ടതയുടെ സമാപ്തിയാ, ഈ കഷ്ടതയുടെ സമാപ്തിയാ, ഈ കഷ്ടതയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളാ, വാഗ്ദത്തങ്ങളുടെ പുതിയ ആരംഭം. ഈ കഷ്ടതയുടെ സമാപ്തിയും വാഗ്ദത്തങ്ങളുടെ പുതിയ തുടക്കമാണ് ജീവിതമെന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. ഇന്ന് ഹൃദയത്തിൽ കുറിക്കേണ്ട ഒരു ദൂത്, ഒരു വിടുതൽ ഉടനെ, ഒരു വിടുതൽ ഉടനെ. ഈ അവസ്ഥ ഇനി
ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കത്തില്ല. ഈ കഷ്ടത ഇനി ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ല. വചനം വിശ്വസിക്കാൻ പറ്റൂ. ആഴമേറി ഈ കഷ്ടത ഇനി ജീവിതത്തിൽ ഒരിക്കലുമില്ലാതെ, ഈ രോഗത്തിൻ്റെ കഷ്ടത ഇനി ജീവിതത്തിൽ ഒരിക്കലുമില്ലാതെ, ഈ സാമ്പത്തിക കെടുതിയുടെ കഷ്ടത ഇനി ഒരിക്കലുമില്ല. ദൈവത്തിൻ്റെ വൈദ്യലെ ഇന്ന് ഏറ്റവും ആഴമായി കഷ്ടത അനുഭവിക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് ഇടപെടുക. ഇനി ഒരിക്കലും ഇത് ജീവിതത്തിൽ സംഭവിക്കത്തില്ല. അതുപോലെ വാഗ്ദത്തങ്ങളുടെ പുതിയ തുടക്കത്തിലേക്ക് ദൈവം കാര്യങ്ങളെ തിരിക്കുന്നു, ദൈവം സാഹചര്യങ്ങളെ തിരിക്കുന്നു, ദൈവം അവസ്ഥകളെ തിരിക്കുന്നു. അപ്രകാരം ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പദ്ധതിയും ഇതാ വേഗത്തിൽ ഉടനെ ഒരു വിടുതൽ. ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചില്ല എന്നൊരു പരാതി അത് മാറുക കേട്ടോ. ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചില്ല എന്നുള്ള പരാതി അത് മാറുക. ദൈവം വിശ്വസ്തനാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്ന സമയമായിരിക്കുന്നു. ദൂതാഴത്തിൽ ഏറ്റെടുക്കട്ടെ. കർത്താവ് പ്രവർത്തിക്കും, ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയെ സാഹചര്യങ്ങളുടെ മേൽ കർത്താവെ വേഗത്തിൽ വിടുതൽ അത് സംഭവിക്കട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടണം. ദൈവപ്രവർത്തി കണ്ട് സന്തോഷിക്കണം. അത്ഭുതത്തിൻ്റെ ഒരു ദിവസമായി മാറുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.